Data link control. Data link control is the service provided by the data link layer to provide reliable data transfer over the physical medium. For example, in the half-duplex transmission mode, one device can only transmit the data at a time. If both the devices at the end of the links transmit the data simultaneously, they will collide and lead to the loss of the information. The data link layer provides a coordination among the devices so that no collision occurs. ഫിസിക്കൽ മീഡിയത്തിലൂടെ ഡാറ്റ റിലയബിളായി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡാറ്റ ലിങ്ക് ലെയർ യൂസ് ചെയ്യുന്നത്. The data link layer provides three functions: line discipline, flow control, and error control. Line discipline. Line discipline is a functionality of the data link layer that provides a coordination among the link systems. നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന സിസ്റ്റംസ് തമ്മിലുള്ള കോർഡിനേഷൻസ് പ്രൊവൈഡ് ചെയ്യാനാണ് ലൈൻ ഡിസിപ്ലിൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഡിറ്റർമൈൻസ് വിച്ച് ഡിവൈസ് ക്യാൻ സെൻഡ് ആൻഡ് വെൻ ഇറ്റ് ക്യാൻ സെൻഡ് ദ ഡാറ്റ. ഏത് ഡിവൈസിലേക്കാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നതെന്നും എപ്പോഴാണ് സെൻഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. Line discipline can be achieved in two ways: ENC or ACK, poll or select. ENC or ACK. ENC or ACK stands for Enquiry or Acknowledgement, is used when there is no wrong receiver available on the link and having a dedicated path between the two devices so that the device capable of receiving the transmission is the intended one. നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ റിസീവേഴ്സും ആപ്റ്റ് ആയിട്ടുള്ളതാണെന്നും കണക്ട് ചെയ്ത റിസീവേഴ്സിൽ റോങ് റിസീവേഴ്സ് ഒന്നുമില്ല എന്നൊരു കേസിലാണ് നമ്മൾ ENC or ACK യൂസ് ചെയ്യുന്നത്. ഇതിൽ സെൻഡറും റിസീവറും തമ്മിൽ ഒരു ഡെഡിക്കേറ്റഡ് പാത്ത് ഉണ്ടായിരിക്കും. ENC or ACK കോർഡിനേറ്റ്സ് വിച്ച് ഡിവൈസ് വിൽ സ്റ്റാർട്ട് ദ ട്രാൻസ്മിഷൻ ആൻഡ് വെദർ ദ റെസിപ്റ്റൻറ്റ് ഈസ് റെഡി ഓർ നോട്ട്. സെൻഡറും റിസീവറും തമ്മിൽ റെഡിയാണോ അല്ലയോ എന്നറിയാനാണ് നമ്മൾ ENC or ACK എന്നൊരു ഫ്രെയിം യൂസ് ചെയ്യുന്നത്. Working of ENC or ACK. The transmitter transmits the frame called an enquiry ENQ asking whether the receiver is available to receive the data or not. The transmitter ENQ frame ട്രാൻസ്മിറ്റ് ചെയ്യുകയും അത് റിസീവറിലേക്ക് അയക്കുകയും ചെയ്യുന്നു. എന്തിനാന്ന് വെച്ചാൽ സെൻഡർ അയക്കുന്ന ഡാറ്റ റിസീവർ റിസീവ് ചെയ്യാൻ റെഡിയാണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. The receiver responds either with positive acknowledgement or with negative acknowledgement. ഇതിൽ സെൻഡർ അയച്ചിരിക്കുന്ന എൻക്വയറി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവർ പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള അക്നോളജ്മെൻ്റ് ആണ് റെസ്പോൺസ് ചെയ്യുക. വേർ പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് മീൻസ് ദാറ്റ് ദ റിസീവർ ഈസ് റെഡി ടു റിസീവ് ദ ട്രാൻസ്മിഷൻ ആൻഡ് നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് മീൻസ് ദാറ്റ് ദ റിസീവർ ഈസ് അണേബിൾ ടു accept the transmission. Following are the responses of the receiver. If the response to the enquiry ENQ is positive, the sender will transmit its data, and once all of its data has been transmitted, the device finishes its transmission with an EOT frame. End of transmission. ഇതിൽ സെൻഡർ അയച്ച എൻക്വയറി പോസിറ്റീവ് ആണെങ്കിൽ സെൻഡർ എല്ലാ ഡാറ്റകളും റിസീവറിലേക്ക് അയക്കുകയും അറ്റ് ലാസ്റ്റ് EOT എന്നൊരു ഫ്രെയിമാണ് പറയുന്നത്. അതായത് എൻഡ് ഓഫ് ദ ട്രാൻസ്മിഷൻ ഫ്രെയിം ആയിരിക്കും ലാസ്റ്റ് വരിക. If the response to the ENQ is negative, then the sender disconnects and restarts the transmission at another time. ഈ എൻക്വയറി നെഗറ്റീവ് ആണെങ്കിൽ സെൻഡർ ഡിസ്കണക്ട് ചെയ്യുകയും പിന്നീട് റീസ്റ്റാർട്ട് ചെയ്ത് ട്രാൻസ്മിഷൻ പിന്നീടൊരു സമയത്താണ് നടത്തുക. If the response is neither negative or positive, the sender assumes that the ENQ frame was lost during the transmission and makes three attempts to establish a link before giving up. Diagram. സ്റ്റേഷൻ 1 ആൻഡ് സ്റ്റേഷൻ 2. സ്റ്റേഷൻ 1ൽ നിന്ന് നമ്മൾ എൻക്വയറി സ്റ്റേഷൻ 2ലേക്ക് അയക്കുകയും അവിടെ ഒരു പോസിറ്റീവ് അക്നോളജ്മെൻ്റ് ആണ് കിട്ടുന്നത്. അവിടെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് നടക്കുന്നത്. പിന്നീട് ഡാറ്റ സ്റ്റേഷൻ 1ൽ നിന്ന് സ്റ്റേഷൻ 2ലേക്ക് അയക്കുകയും പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് വരുന്നു. പിന്നീടും ഡാറ്റ അയക്കുകയും അക്നോളജ്മെൻറ്റ് കിട്ടുന്നു. അവിടെ നമുക്ക് നടക്കുന്നത് ഡാറ്റ ട്രാൻസ്ഫർ ആണ്. അറ്റ് ലാസ്റ്റ് ടെർമിനേഷൻ ആണ് നടക്കുന്നത്. എൻഡ് ഓഫ് ദി ട്രാൻസ്മിഷൻ. പോൾ ഓർ സെലക്ട്. The poll or select method of line discipline works on those topologies where one device is designated as a primary station and other devices are secondary stations. ഇത് യൂസ് ചെയ്യുന്നത് ലൈൻ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഓരോ ടോപ്പോളജിയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോൾ ഓർ സെലക്ട് യൂസ് ചെയ്യുന്നത്. ഇതിലെ മെയിൻ സ്റ്റേഷനായിട്ട് പ്രൈമറി സ്റ്റേഷനും അതർ സബ് ഡിവൈസസ് ആയിട്ട് സെക്കൻഡറി സ്റ്റേഷനുമാണ് യൂസ് ചെയ്യുന്നത്. വർക്കിംഗ് ഓഫ് പോൾ ഓർ സെലക്ട്. In this, the primary device and multiple secondary device consist of a single transmission line, and all the exchanges are made through the primary device, even though the destination is a secondary device. ഇതിലുള്ള എല്ലാ ട്രാൻസ്മിഷൻസും നടക്കുന്നത് പ്രൈമറി ഡിവൈസ്, അതായത് പ്രൈമറി ഡിവൈസിലൂടെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്.
The primary device has control over the communication link and the secondary device follows the instructions of the primary device. ഇതിൽ എല്ലാ കൺട്രോളും പ്രൈമറി ഡിവൈസിനാണുള്ളത്. അതായത് പ്രൈമറി ഡിവൈസ് നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണ് സെക്കൻഡറി ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. The primary device determines which device is allowed to use the communication channel. Therefore, we can say that it is an initiator of the session. If the primary device wants to receive the data from the secondary device, it asks the secondary device that they anything to send. This process is known as polling. Polling എന്ന് പറഞ്ഞാൽ പ്രൈമറി ഡിവൈസിന് സെക്കൻഡറി ഡിവൈസിൽ നിന്ന് ഡാറ്റ റിസീവ് ചെയ്യാനുണ്ടെങ്കിൽ പ്രൈമറി ഡിവൈസ് സെക്കൻഡറി ഡിവൈസിൽ കമാൻഡ് അയക്കുകയും അതിനെയാണ് പോളിംഗ് എന്ന് പറയുന്നത്. If the primary device want to send some data to the secondary device, then it tells the target secondary to get ready to receive the data. This process is known as selecting. സെലക്ടിങ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ഡിവൈസിന് സെക്കൻഡറി ഡിവൈസിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെക്കൻഡറി ഡിവൈസിലേക്ക് കമാൻഡ് അയക്കുകയും സെക്കൻഡറി ഡിവൈസിന് ഡാറ്റ റിസീവ് ചെയ്യാൻ റെഡി ആകാനുമാണ് പറയുന്നത്. അതിനെയാണ് സെലക്ടിങ് എന്ന് പറയുന്നത്. Select. The select mode is used when the primary device has something to send. Select mode യൂസ് ചെയ്യുന്നത് പ്രൈമറി ഡിവൈസിന് എന്തെങ്കിലും ഡാറ്റ സെൻഡ് ചെയ്യാൻ മാത്രമാണ്. When the primary device wants to send some data, then it alerts the secondary device for the upcoming transmission by transmitting a select frame. One field of the frame includes the address of the intended secondary frame. പ്രൈമറി ഡിവൈസിന് സെക്കൻഡറി ഡിവൈസിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് സെലക്ട് എന്നൊരു ഫ്രെയിം അയക്കുകയും ആ സെലക്ട് എന്ന ഫ്രെയിമിൽ അയക്കാനുള്ള ഡാറ്റയുടെ അഡ്രസ്സും എല്ലാം ഉണ്ടാകും. When the secondary device receives a select frame, it sends an acknowledgement that indicates a secondary ready status. സെക്കൻഡറി ഡിവൈസിലേക്ക് സെലക്ട് എന്ന ഫ്രെയിം റിസീവ് ചെയ്യുകയും തിരിച്ച് പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് അയക്കുകയും സെക്കൻഡറി ഡിവൈസ് ഡാറ്റ റിസീവ് ചെയ്യാൻ റെഡിയാണെന്ന സ്റ്റാറ്റസ് അയക്കുകയും ചെയ്യുന്നു. If the secondary device is ready to accept the data, then the primary device sends 2 or more data frames to the intended secondary device. Once the data has been transmitted, the secondary sends an acknowledgement specifies that the data has been received. Secondary device റെഡിയാണെന്ന് അക്നോളജ്മെൻറ്റ് അയക്കുകയും പ്രൈമറി ഡിവൈസ് എല്ലാ ഡാറ്റകളും സെക്കൻഡറി ഡിവൈസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. Figure. Primary device, secondary device A, secondary device B and secondary device C. പ്രൈമറി ഡിവൈസിന് സെക്കൻഡറി ബിയിലേക്ക് സെലക്ട് എന്ന ഫ്രെയിം അയക്കുകയും പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് റിപ്ലൈ കിട്ടുകയും ചെയ്യുന്നു. പിന്നീട് തന്നെ സെക്കൻഡറി ഡിവൈസിൽ അയക്കുകയും പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് തിരിച്ചു കിട്ടുകയും ചെയ്യുന്നു. Poll. The poll mode is used when the primary device wants to receive some data from the secondary device. പോൾ എന്ന മോഡ് യൂസ് ചെയ്യുന്നത് പ്രൈമറി ഡിവൈസിൽ സെക്കൻഡറി ഡിവൈസിൽ നിന്ന് ഡാറ്റ റിസീവ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമാണ്. When a primary device wants to receive the data, then it asks each device whether it has anything to send. Firstly, the primary asks the first secondary device. If it responds with the negative acknowledgement, it means it has nothing to send. Primary device ഫസ്റ്റ് സെക്കൻഡറി ഡിവൈസിലേക്ക് കമാൻഡ് അയക്കുകയും അതിൽ നിന്നും നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡറി ഡിവൈസിന് ഡാറ്റകളൊന്നും തന്നെ സെൻഡ് ചെയ്യാനില്ല എന്നുമാണ് പറയുന്നത്. Now it approaches the second secondary device. It responds with the positive acknowledgement. That means it has the data to send. പ്രൈമറി ഡിവൈസ് സെക്കൻഡറി ഡിവൈസിലേക്ക് കമാൻഡ് അയക്കുകയും അതിൽ നിന്നും പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് റിപ്ലൈ കിട്ടുകയും ചെയ്യുന്നു. അതിനാൽ അത് പറയുന്നത് സെക്കൻഡറി ഡിവൈസിന് ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ടെന്നാണ്. The secondary device can send more than one frame one after another, or sometimes it can be required to send acknowledgement before sending each one depending on the type of the protocol being used. Figure. Primary device ആദ്യം സെക്കൻഡറി ഡിവൈസിലേക്ക് പോൾ കമാൻഡ് അയക്കുകയും അവിടെ നിന്ന് നെഗറ്റീവ് അക്നോളജ്മെൻ്റ് ആണ് കിട്ടുന്നത്. പിന്നീട് പ്രൈമറി ഡിവൈസ് സെക്കൻഡറി ഡിവൈസിലേക്ക് പോൾ കമാൻഡ് അയക്കുകയും അവിടെ നിന്ന് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുകയും പിന്നീട് പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് ലഭിക്കുകയും ചെയ്യുന്നു. പിന്നീട് പ്രൈമറി ഡിവൈസ് സെക്കൻഡറി ഡിവൈസിലേക്ക് അയക്കുകയും അവിടെ നിന്ന് നെഗറ്റീവ് അക്നോളജ്മെൻറ്റുമാണ് കിട്ടുന്നത്.
Thank you.